ഇന്ന് കടയില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഉച്ചയ്ക്ക് ചോറും ഉണ്ട്, അങ്ങോട്ട് കിടന്നുറങ്ങി. ഒരു 3-3:30 ആയപ്പോട്ടോ കിടന്നത്. എന്നിട്ടൊരു 3:45 എണീറ്റു. 3:45 എണീറ്റ് കഴിഞ്ഞിട്ട് കണ്ണേ തുറക്കാൻ പറ്റുന്നില്ല. അറിയില്ല, ഞായറാഴ്ച അങ്ങനെ ഉറങ്ങാറില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മൂശട്ടെ ഒന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാറില്ല. 3:45 എണീറ്റ് നോക്കിയപ്പോൾ കണ്ണിൻ്റെ പോളപ്പ് ഉറങ്ങാനേ അല്ല, തുറക്കാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി ഉറങ്ങിയപ്പോൾ അമ്മനെ സ്വപ്നം കണ്ടു കേട്ടോ. എന്തോ ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ടെൻഷനായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട്. ചിലപ്പോൾ അന്ധവിശ്വാസമായിരിക്കാം, പക്ഷേ ഞാനത് അന്ധവിശ്വാസമായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എണീറ്റു, ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ചു. ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു 3-4 ബിസ്ക്കറ്റൊക്കെ തിന്നു. ഉണ്ണിയും ഞാനും കൂടെ തിന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വിചാരിച്ചു, ചോറ് നോക്കിയപ്പോൾ ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചിട്ടാ, പക്ഷെ ചോറില്ല. അങ്ങനെ ഞാൻ വേഗം ഇപ്പോൾ ഒരു നാഴിയരി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച്, റേഷനരി കേട്ടോ, എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴയ ചോറും ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടി ഇനി കൊട്ടി ഊറ്റണം. കൊട്ടി ഊറ്റി ഇപ്പം അതങ്ങനെ ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് കുറേ അലക്കാൻ കേട്ടോ, കുറേ അലക്കാനുണ്ടായിരുന്നു. ഇന്നലത്തെ മിനിങ്ങാനത്തെയൊക്കെ പൊങ്കലൊക്കെ കഴിഞ്ഞല്ലേ. അപ്പം ഞാൻ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറയാം, കുറേ അലക്കി ഇതാ വിധം വിധം മടക്കി വെച്ചിരിക്കുന്നുണ്ടോ. അലക്കിയ മാത്രം പോരല്ലോ, അതൊക്കെ എടുത്ത് ഈ സ്വരുക്കൂട്ടുന്നൊരു പാടാണ്, വല്ലാത്തൊരു സ്വരുക്കൂട്ടൽ. ഇപ്പോൾ എന്താ ചെയ്യണേ, ഇപ്പോൾ ചെറുതല്ല വലുത്, ചെറിയ മോള് ഇപ്പോൾ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ പറഞ്ഞാൽ അടുത്താണല്ലോ. അപ്പോൾ തുണി അലക്കാൻ കൊണ്ടുവരും, ഞാൻ അലക്കി ഇതിനൊക്കെ മടക്കി സെഞ്ചിയിൽ വയ്ക്കും, അവിടെ അത് എടുത്തിട്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആ തുണിയൊക്കെ അലക്കിയെല്ലാം മടക്കി വയ്ക്കലാണ് ഒരു പ്രധാന പണി. അലക്കണത് നമ്മൾക്ക് ഞാൻ വൈകിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ അലക്കാനും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നറിയോ, വൈകിട്ട് കുറേ സോപ്പൊടി അങ്ങോട്ട് വലിയ വട്ടയിലിട്ടിട്ട് അങ്ങോട്ട് താത്തി വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് ചളിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ഒന്നും അഴുക്കാകുന്നില്ല. ഉണ്ണിൻ്റെ ഉടുപ്പിലും അവളുടെ മകളുടെ ഉടുപ്പിലാണ് ചളിയാവുക, കാരണം പിള്ളേരല്ലേ, അത് കാരണം അങ്ങനെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് കുത്തിത്തിരുമ്പി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ ഇടലാണ് പണി. വാഷിംഗ് മെഷീനിലൊന്നുമില്ല, ഇരുന്നിട്ട് കഴുകുമ്പോഴുള്ളൊരു ടെൻഷനുണ്ട്. പിന്നെ എന്താ പറയുക, കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ രൂപമില്ലാത്തതാണ് വരുന്നത്, പിള്ളയെന്നൊക്കെയാണ് വരുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും ഈ തള്ളയെന്ന് പറയുന്നവരൊക്കെ നാളെ അവരും തള്ളയാവും. പിന്നെ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ മക്കളുടെ അമ്മയല്ലേ, തള്ളയല്ലേ നമ്മൾ. അപ്പോൾ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ, അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറയുക, പകലൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഒരു സന്ധ്യ മയങ്ങില്ലേ, അത് പണ്ട് തൊട്ടേ ഉള്ളൊരു വിഷമമാണ് മനസ്സിലേക്ക്. ഈ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനാണ്. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകണം എപ്പോഴും. അപ്പോൾ ഓക്കെ, ബൈ, നല്ലൊരു ഗുഡ് നൈറ്റ്. ഓക്കെ.